ായിരുന്നു പദ്ധതി. പ്ലാന്റ് വരെ ഈ പറയുന്ന ഞാൻ തന്നെ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അല്ല ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാങ്കേതിക വിദഗ്ധന്മാർക്ക് അതിന്റെ കാര്യങ്ങൾക്ക് പറ്റി പറയാൻ പറ്റും. ഒരു കേന്ദ്രീകൃത പ്ലാന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള മാലിന്യം മുഴുവൻ എടുത്ത് ഒരു സ്ഥലത്ത് സംസ്കരിക്കുമ്പോൾ ഒരുപാട് വീഴ്ചകളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിന് പകരം ഇന്ന് ലോകം മുഴുവൻ പോകുന്നത് ഡീസെൻട്രലൈസ് പ്ലാന്റിലേക്കാണ്. ചെറിയൊരു ഉദാഹരണത്തിന് ഈ മുനിസിപ്പൽ ആക്ട് നിഷ്കർഷിക്കുന്നത് 40-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ഹോട്ടലുകളും സ്വന്തമായി വേസ്റ്റ് ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോലൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം, പ്രത്യേകിച്ച് പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ, അതിന്റെ വരും വരാഴികയെക്കുറിച്ച് മനസ്സിലാക്കാതെ പദ്ധതി ഒരു വൺ വേ ട്രാഫിക് പോലെ നടത്തി അതിനുവേണ്ടി പണം ചെലവാക്കാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കാണിക്കുന്ന ഈ ത്വര മനസ്സിലാകുന്നില്ല. 30 വർഷം നീണ്ട സമരത്തിനൊടുവിൽ ചക്കംകണ്ടം ജനത തളർന്നിരിക്കുകയാണ്. ആദ്യകാലത്ത് മുന്നിൽ നിന്ന് നയിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഗുരുവായൂർ നഗരത്തിന്റെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയതോടെ ഇവരുടെ സമരത്തിനോ മുദ്രാവാക്യങ്ങൾക്കോ കാതോർക്കാൻ ആളില്ലാതെയായി. പക്ഷേ അവർ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്തു, ലോറി വരുമ്പോ തടുത്ത്. ഇതിനുവേണ്ടി സമരത്തിന് ഈ പഞ്ചായത്ത് ഭാഗം എല്ലാവരും എല്ലാ ആൾക്കാരും ഉണ്ടാകും. അവരൊക്കെ കൂടി ഞങ്ങള് വനിതാ പോലീസ് പിടിച്ച്, എന്നിട്ട് അവിടെ പിടിച്ചിട്ട് അവരവിടുത്തെ അറസ്റ്റ് ചെയ്തു. ഒരു കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന് പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്നു. കുറച്ചു കാലഘട്ടത്തിനുള്ളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് മൗനം പാലിച്ച് മാറി നിൽക്കുന്നത്. CPIM-ഉം കോൺഗ്രസും BJPയും എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ രാഷ്ട്രീയ രംഗത്ത് അന്നൊക്കെ സമരത്തിലുണ്ടായിരുന്നു. പിന്നീട് ജില്ലയിലൊരു തീരുമാനമെടുത്തു എന്നുള്ള നിലയ്ക്ക് എല്ലാ പാർട്ടിക്കാരും ഗുരുവായൂരിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തു എന്നുള്ളൊരു കാരണത്താൽ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറി നിൽക്കാനുള്ള കാരണം. ഗുരുവായൂരിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, അത് പരിഹരിക്കാനാണ്. ചക്കാങ്കണ്ടം പ്രദേശത്തുള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം തീർച്ചയായിട്ടും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. വളരെ വലിയൊരു സാംസ്കാരിക അപജയം ഇതിന് പിന്നിലുണ്ട്. ഒരു നഗരം, പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ നഗരം എന്ന് പറയാവുന്ന ഗുരുവായൂര്, ഇവിടേക്ക് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ദിനം തോറും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിന്റെ പ്രാധാന്യം, ഗുരുവായൂരും പരിസരവും എത്രമാത്രം ക്ലീൻ ആയിട്ട് വെക്കാൻ കഴിയുന്നോ അത്രമാത്രം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജനതയുടെ വിലാപം തീരുന്നില്ല. പക്ഷേ ഈ ചിത്രം അവസാനിപ്പിക്കുന്നു. നഗരവൽക്കരണത്തിന്റെ ഇരകളാക്കപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ കഥയല്ല ഇത്. കോൺക്രീറ്റ് കെട്ടിടങ്ങളും സ്മാർട്ട് സിറ്റികളും വികസനത്തിന്റെ ചിഹ്നങ്ങളായി കാണുന്നവർക്കുള്ള മറുപടിയുമല്ല ഈ ചിത്രം. ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശങ്ങൾക്ക്, അവന്റെ വായുവിനും വെള്ളത്തിനും തൊഴിലിനും എന്ത് സംഭവിക്കുന്നുവെന്ന എളിയ ഒരു അന്വേഷണം മാത്രമാണ് ഈ ചിത്രം. ആത്മീയതയുടെ യഥാർത്ഥ പൊരുൾ എന്തായിരിക്കും? ഒരുപക്ഷെ ചിലർക്കെങ്കിലും മറുപടി പറയാനാവും. എല്ലാ ആത്മീയതയും സാർത്ഥകമാകുന്നത് ഭൂമിയുടെ പരിശുദ്ധിയിലും നിലനിൽപ്പിലുമാണ്. ഈ ആത്മീയതയ്ക്ക് മാത്രമാണ് ചക്കംകണ്ടത്ത മനുഷ്യരെ രക്ഷിക്കാനാവുക. ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ടത് വെള്ളവും വായുവും മണ്ണും ഒക്കെ ദൈവത്തിന്റെ വരദാനങ്ങളാണ് എന്നും അത് മലിനമാക്കാൻ നമുക്ക് അവകാശമില്ല എന്നും അത് നമ്മുടേതല്ല, നാം താൽക്കാലികമായിട്ട് മാത്രം അത് നമ്മളെ കയ്യിൽ വെക്കുന്നതാണ്, വരും തലമുറകൾക്ക് വേണ്ടി അത് കൈമാറേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള അഴുക്കും അതിലുണ്ടാകാതെ ജലം വരും തലമുറകൾക്ക് കൈമാറണം. ഭൂമിയിൽ നമ്മുടെ വാസം ഒരു തരത്തിലുമുള്ള ഭാരം ഭൂമിക്ക് മേലെ ഏൽപ്പിക്കരുത്. ഇത്തരത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആത്മീയതയുടെ പേരിൽ ഉണ്ടാകേണ്ടത്. അവിടെ തീർച്ചയായിട്ടും ഈ കൃഷ്ണ ഭക്തന്മാർ തീർച്ചയായും ഈ പുതിയ നവ കാളിന്തിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് ഏർപ്പെടേണ്ടത്.
അങ്ങനെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി ചക്കംകണ്ടത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കൂടെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തന്മാർ ചെയ്യേണ്ടത്. ഗുരുവായൂരിൽ നിന്ന് വരുന്ന ചന്ദനമൊന്നല്ല ഈ പുഴയിലേക്ക് വരുന്നത്, ലോഡ്ജിൽ നിന്ന് വരുന്ന തീട്ടാണ് ഈ വരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്കുള്ള രോഗങ്ങളും സൂക്കടുകളും ഇതൊക്കെ വരുന്നത്. അല്ലാണ്ട് നല്ലൊരു സുഗന്ധമുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കാരണങ്ങളും കൂടിയിട്ടൊന്നും അല്ലേ വരുന്നത്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യണ തീട്ടാണ് ഈ വരുന്നത്. അത് അട്ടിക്കണക്കിനാണ് വരുന്നത്, വന്നിട്ട് ഈ പുഴ തൂർന്ന് കിടക്കുന്നത്. അത് ആർക്കും വന്നാൽ കാണാണ് ഈ സാധനം. എല്ലാ ആത്മീയതയും സാർത്ഥകമാകുന്നത് ഭൂമിയുടെ പരിശുദ്ധിയിലും നിലനിൽപ്പിലുമാണ്. ഈ ആത്മീയതയ്ക്ക് ചക്കം കണ്ടെത്ത മനുഷ്യരെ രക്ഷിക്കാനാവും.